ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 24 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗം. ദൈവ പരിപാലനയിൽ ആശ്രയിക്കുന്നവരാവുക നമ്മൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിനക്ക് സാധിക്കുമോ? നിന്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു നാഴികയെങ്കിലും നീട്ടിവെക്കാൻ നിനക്ക് സാധിക്കുമോ? ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിന് ആകുലപ്പെടുന്നു? നിന്നെ കാത്തുപരിപാലിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്ന് നീ എന്തേ തിരിച്ചറിയാത്തെ? 2 ഉദാഹരണങ്ങളാണ് ഈശോ പറയുക. ഒന്ന്, വയലിലെ ലില്ലികൾ. അവ നൂൽ നൂൽക്കുന്നില്ല, വസ്ത്രം നെയ്യുന്നില്ല, എങ്കിലും ദൈവം അവയെ പരിപാലിക്കുന്നു. രണ്ടാമത്തേത്, ആകാശത്തിലെ പറവകൾ, കാക്കകൾ. അവ കൂടുകൂട്ടുന്നുണ്ട്, പക്ഷേ നാളേക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നില്ല, എങ്കിലും ദൈവം അവയെ പരിപാലിക്കുന്നു. സോളമൻ്റെ ഉദാഹരണമാണ് വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുക. വയലിലെ ലില്ലി അത് തൊടിയിൽ നിൽക്കുന്ന ഒരു ചെറിയ ചെടിയാകട്ടെ, കളയാകട്ടെ, അതിൽ വിരിയുന്ന ഒരു പുഷ്പത്തിൻ്റെ സൗന്ദര്യം സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും തൻ്റെ സൗന്ദര്യത്തിൽ കണക്കറ്റ് അഹങ്കരിച്ചിരുന്ന, വസ്ത്രവിധാനങ്ങൾ കൊണ്ട് തന്നെ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സമയവും പണവും ചിലവഴിച്ചൊരു വ്യക്തിയായിട്ടാണ് കണക്കാക്കപ്പെടുക. അദ്ദേഹം പോലും തൻ്റെ സർവപ്രൗഢിയിലും ഈ ലില്ലിയെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്ന് ഈശോ പറയുമ്പോൾ, ഈ ലില്ലികളെ പരിപാലിക്കുന്ന, കാക്കകളെ പരിപാലിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ പദ്ധതിയിൽ നമുക്ക് ചേർത്ത് വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയണമെന്നാണ്. ആകുലതയും ഉത്കണ്ഠയും വേണ്ട എന്ന് ഈശോ പറയുമ്പോൾ നാളെക്കുറിച്ച് കരുതൽ വേണ്ട എന്ന അർത്ഥത്തിലല്ല. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെക്കുറിച്ചുള്ള കരുതലുകളൊക്കെ വേണ്ടത്. മക്കൾ പ്രായമായി വരുമ്പോൾ അവരെ വിവാഹിതരാക്കണം. നാളെ ഒരു രോഗം വരുമ്പോൾ അത് ചികിത്സിക്കാൻ പണമുണ്ടാകണം. എനിക്ക് നാളത്തേക്ക് ശേഖരിച്ചു വെക്കാവുന്നതൊക്കെ ശേഖരിച്ചു കൊള്ളുക. അതിനെക്കുറിച്ച് ഈശോ പരാതി പറയണില്ല. പക്ഷെ അമിതമായ ഉത്കണ്ഠകൾ, ഒരു പെൺകുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ മുതൽ കാരണവന്മാർ ടെൻഷൻ അടിക്കുക. ദൈവമേ, ഇവള് പ്രായമായി കഴിയുമ്പോൾ ഇവൾ എങ്ങനെ കെട്ടിച്ചു വിടും, എവിടുന്ന് കാശുണ്ടാക്കും? അമിതമായ ഉത്കണ്ഠ. ഒരു തമാശ കേട്ടിട്ടുണ്ടല്ലോ, പുഴയ്ക്കക്കരെ ഒരു വലിയ മണിമാളിക, അതിനു ചുറ്റും ഭീമാകാരമായ ഒരു മതിൽ. ആ പുഴയ്ക്കക്കരെ കാണുന്ന വീടിനെ നോക്കിയിട്ട് ഇക്കരെ ഇരുന്നൊരു കൊച്ചു ബാലൻ ഉറക്കെ കരയുകയാണ്, ഭയന്ന് കരയുകയാണ്. അവൻ അടുക്കലെത്തിയ ചിലർ ചോദിച്ചു, എന്താ മോനെ നീ കരയണേ? അവൻ പറഞ്ഞു, ചേട്ടാ, ആ കാണുന്ന വീടുണ്ടോ, ആ വീടിൻ്റെ മതിലിനകത്ത് ഒരു പട്ടിക്കൂടുണ്ട്. ആ പട്ടിക്കൂടിൻ്റെ വാതിൽ ഗോദ്രജിൻ്റെ താഴിട്ട് നന്നായിട്ട് പൂട്ടിയിട്ടുണ്ട്. പക്ഷേ ആ കൂടിനകത്തൊരു പട്ടി കിടപ്പുണ്ട്. ആ പട്ടി എങ്ങാനും കൂട് തകർത്ത് പുറത്തിറങ്ങി മതിൽ ചാടിക്കടന്ന് പുഴ നീന്തിക്കടന്ന് ഇക്കരെ വന്ന് എന്നെ കടിച്ചാൽ എന്നെ ചെയ്യും. ഇതാണ് അമിതമായ ഉത്കണ്ഠ.
നാളെയെക്കുറിച്ചുള്ള വ്യഗ്രത കാരണം, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠ മൂലം ഭക്ഷണം കഴിക്കാൻ പോലും ആവാതെ ടെൻഷൻ അടിച്ച് നടക്കുന്ന കാരണവന്മാർ. പുതിയ ജനറേഷനിലെ കുഞ്ഞുങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, അപ്പനും അമ്മയും ഉണ്ടാക്കിയതൊന്നും ഞങ്ങൾക്ക് വേണ്ട, സമയാസമയങ്ങളിൽ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ച് കരകയറ്റി ഒന്ന് വിദേശത്തേക്കൊക്കെ ഒന്ന് പോകാൻ പറ്റിയാൽ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ കാര്യം കൂടെ നോക്കും. ആകുലതകളും ഉത്കണ്ഠകളും ഇല്ലാതിരിക്കണമെന്ന് ഇന്നത്തെ തലമുറ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അനാവശ്യമായ വ്യഗ്രതകളിലൂടെ കടന്നു പോവുക. വാ കോറിയവൻ ഇരയെ തരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് നാളെ ഭദ്രമാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കുക. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്നതിനെക്കുറിച്ച് നീ ആകുലപ്പെടണ്ട. നിനക്കൊന്നേ വേണ്ടൂ, ദൈവത്തിൻ്റെ കരുതലിൽ ചേർന്ന് നിൽക്കാൻ സാധിക്കുക. കൊന്നതിന് ശേഷവും നരകത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നവനെ നീ ഭയപ്പെടണം. അത് ദൈവമാണ്. ദൈവപരിപാലന നമുക്കുണ്ട് എന്ന് പറയുമ്പോഴും ദൈവത്തിനെതിരെ നാം തിരിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കാതെ വരുമ്പോൾ, ദൈവത്തെ അവഗണിക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ നാശമോ പരാജയമോ ഉണ്ടായെന്ന് വരും. നിന്നെ കരുതുന്നവൻ ദൈവമാണ് എന്ന്, അവൻ്റെ കരങ്ങളിൽ നീ ഭദ്രമാണ് എന്ന്, നിൻ്റെ ജീവിതം സുരക്ഷിതമാണ് എന്ന്, എൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആർക്കും എന്നെ പരാജയപ്പെടുത്താനാകില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ ബോധ്യത്തോടെ പറയാൻ ഞാനും നിങ്ങളും പഠിക്കുമ്പോഴാണ് നമ്മൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നവരായി മാറുക. നമുക്ക് ആശ്രയബോധത്തോടെ പരിപാലിക്കുന്ന ദൈവത്തെ ചേർത്ത് പിടിക്കാൻ, അവൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.